നമസ്കാരം, ഏവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഡെവലപ്മെൻറ്റ് സീരീസിൽപ്പെട്ട മറ്റൊരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. ഇന്ന് ഡെവലപ്മെൻറ്റ് സീരീസിൽപ്പെട്ട ഏവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സെഗ്മെൻറ്റ് തന്നെയാണ്. കൂടുതലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് റോഡ്, റെയിൽ പോലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇന്നൊരു റെയിൽ വീഡിയോ ആണ്. റെയിൽ വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു പർട്ടിക്കുലർ റെയിൽവേ സ്റ്റേഷൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ആ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ വിശേഷങ്ങളിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. ഏവർക്കും സ്വാഗതം. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷൻ ഏതാണെന്ന് നിങ്ങളിപ്പോൾ ചോദിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സംശയം വരും. അപ്പോൾ അതിന് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം. അതിന് മുൻപ് കുറച്ച് കാര്യങ്ങൾ ആമുഖമായിട്ട് പറയാനുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, എറണാകുളം ഈ 3 സ്റ്റേഷനുകളും എയർപോർട്ട് മാതൃകയിൽ ഡെവലപ്പ് ചെയ്യുമെന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ നടപടികളെല്ലാം ഈ റെയിൽവേ സ്റ്റേഷനുകൾ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇതേപോലുള്ള റെയിൽവേ സ്റ്റേഷനുകൾ ബാംഗ്ലൂരിൽ കണ്ടിട്ടുണ്ടാവും. ബാംഗ്ലൂർ KSRTല്ല, അതിൻ്റെ അടുത്തുള്ള വിശ്വേശ്വരയ്യ റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ അവിടെ പോയിട്ടുള്ളവർക്കറിയാം, വളരെ മികച്ച സൗകര്യങ്ങൾ, അതുപോലെ തന്നെ എയർപോർട്ട് മാതൃകയിൽ ഫുള്ളി കവേർഡ് ആയിട്ടുള്ള റെയിൽവേ സ്റ്റേഷൻ. നമുക്ക് പല ഫെസിലിറ്റീസ് ഉണ്ട്, നമുക്ക് ഫുഡ് കോർട്ട്സ് ഉണ്ട്, അങ്ങനെ പലതും ഉണ്ട്. നമുക്കൊരു റെയിൽവേ സ്റ്റേഷൻ ഇപ്പോൾ പരമ്പരാഗതമായിട്ടുള്ള ഒരു റെയിൽവേ സ്റ്റേഷനെ പോലെയല്ല അവിടെ നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മുടെ പരമ്പരാഗത റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മാറി നമ്മുടെ ന്യൂ ഏജ് റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള മാറ്റത്തിലൂടെയാണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ പല സ്റ്റേഷനുകളും കടന്നു പോകുന്നത്. എല്ലാ സ്റ്റേഷനുകളും ഇല്ല, ചില സെലക്ടഡ് സ്റ്റേഷൻസിനാണ് ഈ ഒരു ഭാഗ്യം ലഭിച്ചിട്ടുള്ളത്. അല്ലാത്ത സ്റ്റേഷനും ഡെവലപ്പ് ചെയ്യും. അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി അതിലായിട്ടൊരു ഡെഡിക്കേറ്റഡ് വീഡിയോ നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ ഫുഡ് ക്യാപിറ്റൽ എന്നൊക്കെ പറയാൻ പറ്റുന്ന നമ്മുടെ മലബാറിൻ്റെ സ്വന്തം കോഴിക്കോട് ജില്ലയിലെ കോഴിക്കോട് സ്റ്റേഷനെ പറ്റിയിട്ടാണ്. കോഴിക്കോട് സ്റ്റേഷൻ നമുക്കറിയാം, ഭയങ്കര ഒരു ഭംഗിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു സ്റ്റേഷനാണ്. ആ ഒരു നാടിൻ്റെ ആ ഒരു പൈതൃകത്തെ അല്ലെങ്കിൽ അവിടുത്തെ ഒരു സൂട്ടായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല ഒരിക്കലും. ഒരു തീപ്പട്ടിക്കൂട് പോലെ ഇരിക്കുന്ന ഒരു സ്റ്റേഷൻ. നമ്മൾ എന്താ വെച്ചാൽ ചെറുതല്ല കേട്ടോ, അത് അത്യാവശ്യം വലിയ സ്റ്റേഷനാണ്. എന്ന് പറഞ്ഞാൽ ആ ഒരു ഡിസൈൻ ഉണ്ടല്ലോ, പ്രത്യേകിച്ച് നമുക്ക് കണ്ടാൽ ഒരു വണ്ടറൊന്നും അടിക്കത്തില്ല. കോഴിക്കോടിന് ആപ്റ്റ് ആയിട്ടുള്ള മോഡേൺ ആയിട്ടുള്ള റെയിൽവേ സ്റ്റേഷനാണ് അവിടങ്ങളിൽ നമുക്ക് വേണ്ടത്. ആ ഒരു തലത്തിലേക്ക് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ ഉയരാൻ പോകുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഇൻട്രസ്റ്റ് വന്നിട്ടുണ്ടാവും. ഉറപ്പായിട്ടും അതൊരു നെക്സ്റ്റ് ലെവൽ സ്റ്റേഷൻ ആകും. ഏകദേശം 444.75 കോടി രൂപയാണ് ഇതിലേക്കായിട്ട് മാറ്റി വെച്ചിരിക്കുന്നത്. 45 ഏക്കറിലായിരിക്കും ഈ ഒരു സ്റ്റേഷൻ വികസിപ്പിക്കുന്നത്. ഇതൊരു വെറും സ്റ്റേഷൻ അല്ല, നമ്മൾ നേരത്തെ പറഞ്ഞ ന്യൂ ഏജ് സ്റ്റേഷൻസ് അതായിരിക്കും ഇനി കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ. നമ്മുടെ മലബാറിൽ എപ്പോഴും ഒരു അവഗണന നേരിടുന്നുണ്ടെന്ന് നമ്മൾ സ്ഥിരം പറയുന്നതാണ്. റെയിൽവേ സ്റ്റേഷൻ്റെ കാര്യങ്ങളായിരുന്നാലും അല്ലെങ്കിൽ ട്രെയിനുകളുടെ കാര്യങ്ങളായിരുന്നാലും പാലക്കാട് ഡിവിഷനിൽ കോഴിക്കോട്, മംഗളൂരു സ്റ്റേഷനുകളാണ് ഈ മാതിരി ഡെവലപ്പ് ചെയ്യുന്നത്. കോഴിക്കോട് സ്റ്റേഷനെ പറ്റി പറയുവാണെങ്കിൽ തുടക്കത്തിൽ പറഞ്ഞു 45 ഏക്കറോളം ഭൂമിയായിരിക്കും വികസിപ്പിക്കുന്നത്. ഇവിടെ എന്ത് വികസനമാണ് കൊണ്ടുവരുന്നത്? ഇവിടെ വരുന്നതിൽ ഏറ്റവും പ്രധാന വികസനം എന്ന് പറയുന്നത് ഇവിടുത്തെ സ്റ്റേഷൻ ഓഫീസാണ്. സ്റ്റേഷൻ ഓഫീസ്, പുതിയൊരു സ്റ്റേഷൻ ഓഫീസ് ഉണ്ടാകും. അതിന് പുറമെ 2 പുതിയ പ്ലാറ്റ്ഫോം കൂടെ ഇവിടെ ആഡ് ചെയ്യും. ഇതിലും അപ്പുറമുള്ള അട്രാക്റ്റീവ് ഫീച്ചർ എന്ന് പറയുന്നത് നമ്മുടെ ഈ സ്റ്റേഷനിലെ പല അടിസ്ഥാന സൗകര്യങ്ങളും വികസിപ്പിക്കും എന്നതാണ്. അതുകൂടാതെ ഇവിടെ കുറേ ഷോപ്പിംഗ് ഏരിയാസും ഇവിടെ കൊണ്ടുവരും. അതുപോലെ തന്നെ ഒരുപാട് ബ്രാൻഡ്സ് ഇവിടെ വരും. പിന്നെ ഇവിടെ ലൈറ്റ് മെട്രോ കണക്ടിവിറ്റി എന്ന് കോഴിക്കോടത്തേക്ക് ആ ഒരു പ്രൊജക്റ്റ് ഇംപ്ലിമെൻ്റ് ആവോ അപ്പോൾ ഉതകുന്ന രീതിയിൽ അതിൻ്റെ ഒരു കണക്ടിവിറ്റിക്കും വേണ്ട സൗകര്യങ്ങൾ ഇവിടെ ചെയ്യും. ഇതുകൂടാതെ മറ്റൊരു പ്രധാന ഫീച്ചർ എന്ന് പറയുന്നത്, ഇപ്പോൾ കേരളയുടെ കാര്യം ഇപ്പോൾ ഇങ്ങനെ ആകെ തൃശങ്കൂലാണ്, നടക്കൂലെന്നൊന്നും അറിയത്തില്ല. കേരളയിൽ അഥവാ സംഭവിച്ചാൽ അണ്ടർഗ്രൗണ്ടിലൂടെ ആയിരിക്കും കോഴിക്കോട് വിഭാവനം ചെയ്തിട്ടുള്ളത്. അണ്ടർഗ്രൗണ്ടിലൂടെ തന്നെയായിരിക്കും ഏത് രീതിയിൽ വന്നാലും. അപ്പോഴും ഇതിൻ്റെ അടിയിലൂടെ അണ്ടർഗ്രൗണ്ട് വരുമ്പോഴത്തേക്കും അതിനും ഒതുങ്ങുന്ന രീതിയിലായിരിക്കും ഇതിൻ്റെ ഒരു മോഡൽ എന്ന് പറയുന്ന കാര്യം. അതുകൂടാതെ ഇവിടെ ഷോപ്പിംഗ് മോൾ പോലത്തെ അല്ലെങ്കിൽ ഷോപ്പിംഗ് സംരംഭങ്ങൾക്കുള്ള സ്ഥലമൊന്നും ഉണ്ടാവും. അതുപോലെ തന്നെ ഇപ്പോഴത്തെ എക്സിസ്റ്റിംഗ് ഏരിയയും ഇനി വരാൻ പോകുന്ന പുതിയ എക്സിസ്റ്റിംഗ് ഏരിയയും തമ്മിൽ രണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് റോഡും ഉണ്ടാവുമെന്നാണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിച്ചത്. ഇതുകൂടാതെ പാർക്കിംഗ് ദൗർലഭ്യം കുറയ്ക്കാനായിട്ട് വളരെയധികം മികച്ച രീതിയിലുള്ള പാർക്കിംഗ് ഫെസിലിറ്റീസും ഇവിടെ ഉണ്ടാകും. അമ്മാതിരി ബൃഹത്തായ രീതിയിലുള്ള കാര്യങ്ങളാണ് ഈ റെയിൽവേ സ്റ്റേഷൻ ഡെവലപ്മെൻറ്റുമായിട്ട് ഇപ്പോൾ വരുന്നത്. ഇതിപ്പോൾ വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണെങ്കിലും നമുക്ക് വളരെയധികം സങ്കടം ഉണ്ടാക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് നമ്മുടെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ, അവിടെയും ഈ രീതിയിൽ എയർപോർട്ട് മാതൃകയിൽ ഡെവലപ്പ് ചെയ്യുമെന്ന് പറയുകയുണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ റെയിൽവേയുടെ ഭാഗത്തു നിന്നല്ല, പല ആവശ്യകതകൾ വന്നതാണ്. ഇനി മറ്റൊരു സങ്കടകരമായ കാര്യം കൂടെ പറയാനുണ്ട്. ഇപ്പോൾ പല കോണിൽ നിന്നും ഒരു ആവശ്യം വന്നു, കണ്ണൂർ റെയിൽവേ സ്റ്റേഷനും എയർപോർട്ട് മാതൃകയിൽ ഡെവലപ്പ് ചെയ്യണമെന്നുള്ളത്. പക്ഷേ ഇനി മാറ്റുമോ എന്നറിയത്തില്ല. ഇപ്പോഴത്തെ അവസ്ഥയിൽ കണ്ണൂർ ഈ മാതൃകയിൽ ഡെവലപ്പ് ചെയ്തിട്ടില്ല. കാരണം ഓൾറെഡി അത് അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ വളരെ വിരളമാണ്. ഇനി ഭാവിയിൽ വന്നുകൂടാ എന്നില്ല.
എന്നിരുന്നാലും ഇപ്പോൾ നമുക്ക് കേരളത്തിലെ ഈ പ്രധാനപ്പെട്ട സ്റ്റേഷനുകളായിരിക്കും ഡെവലപ്പ് ചെയ്യുമെന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. അപ്പോൾ നമ്മുടെ കേരളം വികസിക്കട്ടെ. കേരളത്തിലെ ഓരോ റെയിൽവേ സ്റ്റേഷനുകളും നമുക്ക് വളരെയധികം നല്ല രീതിയിലുള്ള ആൾക്കാരുടെ എണ്ണം കൂട്ടി അവിടെ വരുമാനം ലഭിക്കട്ടെ. എന്നാൽ മാത്രമേ നമുക്ക് റെയിൽവേ ഇവിടെ ഡെവലപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ, ട്രെയിനുകൾ കൂട്ടാൻ പറ്റത്തുള്ളൂ. നമുക്ക് പ്രത്യേകം വേണ്ടത് ഒരു അഡീഷണൽ ട്രാക്ക് കൂടെ വേണം. കാരണം നമുക്കിവിടെ ചരക്ക് ഗതാഗതം കൂടെ കൊണ്ടുവരണം. നമുക്ക് ചരക്ക് ഗതാഗതം പോലുള്ള സംഗതികൾ വന്നാൽ മാത്രമേ നമുക്ക് ഇവിടെ വരുമാനം കൂടുതൽ ജനറേറ്റ് ചെയ്യാൻ പറ്റൂ. അങ്ങനെ നമുക്ക് കൂടുതൽ ഡെവലപ്മെൻറ്റ് ഇവിടെ പോസിബിൾ ആക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായി വരുന്നവരെ ഞാൻ ഷിബു സാലിഹ, എന്നോടൊപ്പം പ്രണസ് രാജ് നിർത്തുന്നു. നന്ദി, നമസ്കാരം. കീപ് വാച്ചിങ് ക്രസ് കേരള.